തുടരുക. വെള്ളാറമ്പാറ സ്കൂൾ അധ്യാപകൻ മനോജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മനോജ്, 4ാം ദിവസമാണ് ഇന്ന് രക്ഷാദൗത്യം തുടങ്ങുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ? അതുപോലെ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായതിനു ശേഷമുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കുക. ഹലോ, കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോളൂ. ഇന്നലെ എന്താ പറയാ, നമ്മൾ ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെയാണ്. ഒത്തിരി കുടുംബങ്ങളെ ഇനിയും നമുക്ക് കണ്ടെത്താനുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒത്തിരി പിള്ളേരെ ഇനി നമുക്ക് കണ്ടെത്താനുണ്ട്. പിന്നെ ഇന്നലെ പാലം പണിതതിന് ശേഷം ആ ഒരു എന്താ പറയാ, അതിന് ശേഷമുള്ള തെരച്ചിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 10-12ഓളം ആളുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നും ആ തെരച്ചിൽ ഊർജിതമാകുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകളെ, നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ള ആളുകളെ കണ്ടെത്താനാകും എന്നുള്ള ഒരു ആശങ്കയിലാണ്. ഹലോ ഹലോ സ്കൂളുകളൊക്കെ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ആളുകളുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാനുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സാർ? തിരിച്ചറിയാനുള്ള മൃതദേഹം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ വളരെയധികം പ്രയാസമാണ്. നമുക്കറിയാലോ, ഈ ഉരുൾപൊട്ടി വന്നിട്ടുള്ള കല്ലും മണ്ണും മരത്തടികളും ഒക്കെ അടിച്ചിട്ട് ഇവരുടെ എന്താ പറയാ, അങ്ങ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ആ രൂപത്തിലാണ്, നമുക്ക് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രൂപത്തിലാണ് ഇവരുടെ രൂപങ്ങളൊക്കെ തന്നെ. നമ്മൾ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുള്ള ഒത്തിരി ബോഡികൾ അവരുടെ എന്തെങ്കിലും അടയാളങ്ങൾ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മറുക് എന്ന് പറയുന്ന ആ അടയാളങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ഒത്തിരി മൃതദേഹങ്ങൾ നമുക്ക് എന്താ പറയാ, ഓർണമെന്റ്സ് ഉൾപ്പെടെ അതിന് ബന്ധപ്പെട്ട ആളുകളെ, പിന്നെ കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അത് നോക്കിയിട്ടാണ് ഒത്തിരി മൃതദേഹങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും അതുപോലെ തന്നെ തിരിച്ചറിയാനുള്ള ഒത്തിരി മൃതദേഹങ്ങൾ ഇന്നലെ വൈകിട്ട് പോത്തുകല്ലിൽ നിന്ന് വന്നിട്ടുണ്ട്. വലിയ ഒരു വിഷമത്തിലാണ്, അല്ല ഒരു എന്താ പറയാ, വലിയൊരു പ്രയാസത്തിലാണ് ഇവിടെയുള്ള ഞങ്ങളൊക്കെ തന്നെ. ഈ 4ാം ദിനത്തിലെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യമാണ്. പ്രത്യേക ഒരു ആക്ഷൻ പ്ലാനോട് കൂടിയിട്ടുള്ള, ഒരു പദ്ധതിയോട് കൂടിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. അതെ, ഇന്നലെ ആ ബെയിലി പാലം വന്നതോടുകൂടി പിന്നെ കൂടുതൽ ഉപകരണങ്ങൾ നമുക്ക് പാലം കടന്ന് അക്കരെ പോയിട്ട് അവിടെ മുണ്ടക്കൈ ഭാഗത്തേക്ക് തിരച്ചിലിന് ഊർജിതമാകുന്ന ഒരു സമയമാണ് ഇന്നും. ഇന്നലെയും നല്ല രീതിയിൽ തന്നെ തെരച്ചിലിന് സന്നദ്ധ സംഘടനകളും അവര് എന്താ പറയാ, റെസ്ക്യൂ ടീമൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും അതുപോലെ തന്നെ നടത്തും എന്നുള്ള ഒരു വിശ്വാസമാണ്. കാലാവസ്ഥ അതിന് നമുക്ക് അനുകൂലമാണ്. ഒരു രീതിയിൽ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ക്യാമ്പുകൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ക്യാമ്പിനകത്തുണ്ട്. ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ട് എത്തിച്ചേരുന്നുണ്ട്.